പ്രൊഫസർ എം കെ സാനുവിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. എറണാകുളം രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം. എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മന്ത്രിമാർ തുടങ്ങി നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. മീഡിയ വണ്ണിന് വേണ്ടി എഡിറ്റർ പ്രമോദ് രാമൻ പുഷ്പചക്രം അർപ്പിച്ചു. Let's roll your arms. Reverse. Property. Present. Up. Slow. Up. Okay. Order. Up. Drop at the left and right hand. Break. Off. അഹമ്മദ് മുജ്തബ വിശദാംശങ്ങൾ നൽകും. മുജ്തബ, ഉച്ചയ്ക്ക് മുമ്പ് മുഖ്യമന്ത്രി അടക്കം പ്രമുഖരെല്ലാം എത്തി അന്തിമോപചാരം അർപ്പിച്ചു. അങ്ങനെ ഒരു വലിയ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുന്നു. സംസ്കാര ചടങ്ങുകൾ എപ്പോഴത്തേക്ക് പൂർത്തിയാകും? സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതിയും കഴിഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങളെല്ലാം സൈഫുദ്ദീൻ, ഔദ്യോഗിക ബഹുമതികൾ പൂർത്തിയായിരിക്കുന്നു. ഇനി മൃതദേഹം സംസ്കാര ചടങ്ങിലേക്ക് എടുക്കുകയാണ്. രവിപുരം ശ്മശാനത്തിലുള്ള ഇലക്ട്രിക് ക്രിമറ്റേറിയത്തിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കരിക്കുകയാണ്. മന്ത്രിമാരായ പി രാജീവ്, ആർ ബിന്ദു, പി പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. CPM-ന്റെയും കോൺഗ്രസിന്റെയും മുതിർന്ന നേതാക്കളുണ്ട്. MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ മുതൽ പ്രമുഖ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക കേരളത്തിന്റെ പ്രതിനിധികളുമൊക്കെ എറണാകുളത്തെ ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. സ്ഥാനമാഷിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആലയിൽ കെട്ടിയിടപ്പെട്ട ഒരു നേതാവായിരുന്നില്ല. പക്ഷേ നേരത്തെ CPM-ന്റെ MLA ആയി CPM പിന്തുണയോടുകൂടി മത്സരിച്ചിട്ടുണ്ട്. അതിനു പുറമെ എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു. പിന്നീട് ഒരു തവണ അദ്ദേഹത്തിന് മത്സരിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹമായി അത് വേണ്ട എന്ന് വെച്ച ഒരു സാഹചര്യമാണ്. മാത്രമല്ല, സ്ഥാനമാഷിനെ സംബന്ധിച്ച് മലയാള ഭാഷയ്ക്ക് നികത്താനാവാത്തൊരു നഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ അതൊരു ആലങ്കാരികമായി പറയുന്നതല്ല. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എഴുതുകയും അതിനുശേഷം ഏറെക്കുറെ മലയാളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൗമ്യമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ സാഹിത്യ വിമർശനം നടത്തുകയും നിരൂപണം നടത്തുകയും ഒട്ടേറെ കൃതികൾ രചിക്കുകയും ഒക്കെ ചെയ്ത ഒരാൾ. ഈ അടുത്ത കാലത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തിറങ്ങിയത്. ഇപ്പോൾ 98 വയസ്സിൽ അദ്ദേഹം വിട പറയുകയാണ്. പക്ഷേ മലയാള ഭാഷയ്ക്ക് ഇത്രയേറെ സംഭാവന ചെയ്ത എണ്ണം പറഞ്ഞ സാഹിത്യകാരന്മാരിൽ ഒരാൾ. ഒപ്പം തന്നെ കേരളത്തിന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് മഹാരാജാസിന്റെ കാലത്തായാലും അദ്ദേഹം നേരത്തെ 4 വർഷം സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്ത് ഒഴിച്ചാൽ ഭൂരിഭാഗം അദ്ദേഹത്തിന്റെ അധ്യാപക വൃത്തി എന്ന് പറയുന്നത്
കോളേജിലായിരുന്നു. കോളേജ് 2-3 കോളേജുകളിൽ എത്തിയതിനു ശേഷം പിന്നീട് എറണാകുളം മഹാരാജാസ് കോളേജിലായിരുന്നു അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ഒരു സേവനം ഉണ്ടായിരുന്നത്. പ്രൊഫസറായി വിരമിക്കുന്നത് വരെ ആ കാലത്ത് ഒരുപക്ഷെ ഒട്ടേറെ ശിഷ്യസമ്പത്ത്, പ്രഗത്ഭരായ ഒരു പിടി ശിഷ്യസമ്പത്ത് കൂടി കൈക്കലാക്കിയാണ്, കൈമുതലാക്കിയാണ് ഇപ്പോൾ സാനുമാഷ് വിട പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാനുമാഷ് അന്തരിച്ചു എന്ന് പറയുമ്പോൾ മലയാളത്തിന്റെ വിടവ് അല്ലെങ്കിൽ സാംസ്കാരിക കേരളത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ അദ്ദേഹത്തിന്റെ സേവനം ഉണ്ടായി എന്ന് നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയെ മാത്രം തിരിച്ചു പറയാൻ കഴിയില്ല. ഏറ്റവും നല്ല പ്രാസംഗികനായിരുന്നു, എല്ലാവർക്കും മനസ്സിലാകുന്നു. സാനുമാഷിന് കേട്ടിരിക്കാൻ വരെ ഒരു പ്രത്യേക രസമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അദ്ദേഹത്തിന്റെ വളരെ സൗമ്യവും മിതവുമായ ഭാഷയിൽ കാര്യങ്ങൾ ലളിതമായി പറഞ്ഞു ഫലിപ്പിക്കാനുള്ളൊരു കഴിവ്. മാത്രമല്ല സാംസ്കാരിക കേരളത്തിൽ ഒരേ സമയം അദ്ദേഹം നിറഞ്ഞു നിൽക്കുമ്പോൾ എല്ലാവർക്കും സമ്മതനായിരുന്നു, എല്ലാവരുടെയും പ്രിയങ്കരനായ സാനുമാഷ്. അങ്ങനെയാണ് എപ്പോഴും നമ്മൾ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുക. നമ്മൾ മാത്രമല്ല, കേരളക്കരയാകെ, പ്രത്യേകിച്ച് എറണാകുളത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം വന്നതിന് ശേഷം ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ സാംസ്കാരിക മുഖങ്ങളിൽ ഒരാൾ, അത് ഹൈന്ദവരായിക്കോട്ടെ, മുസ്ലിങ്ങളായിക്കോട്ടെ, ക്രിസ്ത്യാനികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് മത ജാതി വിഭാഗങ്ങളാവട്ടെ, അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുകളുണ്ടായിരുന്നു, ആശയങ്ങളുണ്ടായിരുന്നു. എല്ലാവരോടും ഒരേപോലെ എല്ലാവരുടെയും ആ ഒരു അംഗീകാരം നേടി. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഒരേ സമയം വലിയ വിടവാണ് എന്ന് സൂചിപ്പിക്കുന്നത്. മന്ത്രിമാർ, ജനപ്രതിനിധികൾ, അതോടൊപ്പം തന്നെ സമൂഹത്തിലെ സാധാരണക്കാർ വരെ ടൗൺ ഹാളിലേക്ക് കഴിഞ്ഞ നിമിഷത്തിൽ ഒഴുകിയെത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുന്നത് രവിപുരം ശ്മശാനത്തിലാണ്. നമുക്കറിയാം, നിരൂപണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് നിരവധിയായ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരമായാലും വയലാർ പുരസ്കാരമായാലും 2 തവണ സംസ്ഥാന സാഹിത്യ പുരസ്കാരമായാലും കേന്ദ്ര പുരസ്കാരമായാലും അങ്ങനെ അതൊക്കെ നമുക്കിങ്ങനെ എടുത്തു പറയാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ പരിമിതിയുണ്ട്. കാര്യം വിരലിൽ എണ്ണാവുന്ന പുരസ്കാരങ്ങളല്ല സാനുമാഷത്തിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങളുടെ പട്ടിക എടുത്താൽ ഒട്ടേറെ ദൈർഘ്യമുള്ള പട്ടികയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പുരസ്കാരത്തിന്റെ പേര് പറയാൻ കഴിയില്ല എന്നുള്ളത്. മാത്രമല്ല മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലും ഒക്കെ വളരെ സജീവമായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് കൃത്യമായ നിലപാടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം കടന്നു പോകുന്നത്. നമുക്കറിയാം, ഈ സമീപകാലത്ത് അദ്ദേഹം ഈ ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ കൃത്യമായി തന്നെ ജീവിതത്തിൽ പകർത്തുകയും അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സൗമ്യമായ ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ ആദർശം, രാഷ്ട്രീയം, ഇതെല്ലാം ശ്രീനാരായണ ഗുരു പ്രസ്ഥാനങ്ങളുടെ സജീവ സാന്നിധ്യമായി നിലനിന്നിരുന്ന അടയാളപ്പെടുത്തലുകളായിരുന്നു. ഇപ്പോൾ അടുത്ത ദിവസങ്ങളാണ് വെള്ളാപ്പള്ളി നടേശന്റെ നിരവധിയായ വിവാദ പ്രസ്താവനകളൊക്കെ വന്ന സമയത്ത് അദ്ദേഹം കൃത്യമായി ഒരു നിലപാടെടുക്കുകയും ആ വിഷയത്തിൽ കൃത്യമായി ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന രൂപത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂടി. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ പരിപാടിക്ക് വരുന്ന സമയത്താണ് അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയും അദ്ദേഹത്തിന്റെ ഇടുപ്പിൽ ചില പ്രശ്നങ്ങൾ വരിക. അന്ന് കിടപ്പിലായതാണ്. ഏകദേശം ഇപ്പോൾ 1 മാസമാകുന്നു. 1 മാസം പൂർണ്ണമായി എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷെ അതിനുശേഷം പിന്നീട് ആരോഗ്യാവസ്ഥ കുറെ കൂടി മോശമാവുകയും ന്യൂമോണിയ ഉൾപ്പെടെ വരികയും ആ രൂപത്തിൽ അദ്ദേഹം അങ്ങനെ രോഗശൈലിയിലേക്ക് പൂർണ്ണമായും അങ്ങനെ പോവുകയും ഒക്കെയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായി. പിന്നീടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം വിടവാങ്ങിയത്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. കൃത്യമായ രാഷ്ട്രീയ നിലപാട്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ, അതോടൊപ്പം തന്നെ കൃത്യമായ മനുഷ്യാവകാശ ഇടപെടലുകൾ, അങ്ങനെ ആ രൂപത്തിൽ നിരവധിയായ ഇടപെടലുകൾ. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ഒരു ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാൻ കഴിയില്ല. എറണാകുളത്തെ ഏതൊരു പരിപാടിയിലും സജീവമായിരുന്നു. ഈ അസുഖബാധിതനായി കഴിഞ്ഞ മാസം രോഗശൈലിയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് വരെ ഈ 98-ാം വയസ്സിലും പൊതുമണ്ഡലത്തിൽ വളരെ സജീവമായ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെതായി ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കർമ്മനിരതനായ ഒരു സാനുമാഷിനെ നമുക്ക് അനുസ്മരിക്കാൻ കഴിയുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എഴുത്തിന്റെ മേഖലയിൽ, അല്ലെങ്കിൽ അധ്യാപനത്തിന്റെ മേഖലയിൽ, സാംസ്കാരിക മേഖലയിലൊക്കെ ഇങ്ങനെ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തലുകൾ നടത്തിയാണ് അദ്ദേഹം കടന്നു പോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും മുസ്തഫ സൂചിപ്പിച്ചതുപോലെ MT പോലെ എഴുത്തിലും സാഹിത്യത്തിലും അതുല്യ സംഭാവനകൾ നൽകിയ ഒരു കാരണവരെ കൂടി മലയാളത്തിന് നഷ്ടമാവുകയാണ്. നിശ്ചയമായും സാനുമാഷിനെ വല്ലാതെ മലയാളിക്ക് മിസ് ചെയ്യും. നേരത്തെ മുസ്തഫ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരിക മേഖലയിൽ, സാമൂഹ്യ മേഖലയിലൊക്കെ വലിയ സംഭവങ്ങൾ വരുന്ന നേരത്ത്
ഒരു സാംസ്കാരിക നായകൻ്റെ പ്രതികരണം വേണ്ട സമയത്തൊക്കെ സാനു മാഷിൻ്റെ വിടവ് വലിയ തോതിൽ തന്നെ നമ്മൾ അനുഭവിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സാനു മാഷിന് വിട നൽകുകയാണ് സാംസ്കാരിക കേരളം. നൽകിയത് അഹമ്മദ് മുസ്തഫ.